മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കട ഫോണ് എന്ന് അനന്ത് പറഞ്ഞതിന് ശേഷം അയ്യപ്പൻ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ദേവി, ഇന്ന് ഞാൻ ആരെയും കൈവയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മഹാലക്ഷ്മിയെ കാണുകയാണ് കേട്ടോ. അയ്യോ, അതാ മഹാലക്ഷ്മി വരുന്നു. ഇനിയിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ്, എന്താണ്, അതുപോലെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ചോദിക്കും. അയ്യോ, ഇന്ന് കാലത്ത് ഒരാളെ രക്ഷിച്ചാലും ഒളിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അയ്യപ്പം ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ലേഖയോട് ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ അമ്പലത്തിന് നല്ല ശക്തിയുണ്ട്, എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്ന് പറഞ്ഞ് ലേഖയും കൂട്ടി അകത്തേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതേസമയം അയ്യപ്പം വേഗം പ്രാർത്ഥിക്കുന്ന പോലെ നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ കണ്ണേട്ടനെ പോലെ തന്നെ എന്നെ രക്ഷിച്ച ആൾക്കും നല്ലത് വരുത്തണേ ദേവി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം മഹാലക്ഷ്മി ലേഖയും പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അമ്മയെ കാണുകയാണ് കേട്ടോ. അമ്മയെ കണ്ടതും ലേഖയോട് ഇങ്ങനെ പറയണം കേട്ടോ, അതാ അമ്മ, ഞാൻ അമ്മയെ കാണുന്ന പ്രതീക്ഷിച്ചതാണ് എന്നിങ്ങനെ പറയണം. അടുത്ത് അമ്മ വരികയാണ് കേട്ടോ. അമ്മയെ ഞാൻ കാണുന്ന പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നിങ്ങനെ പറയണം. അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ചോദിക്കുക. എന്ത് കാര്യങ്ങളാണ് മോളെ ഞാൻ അറിഞ്ഞത് ചോദിക്കും. അമ്മ അത് പറയരുത്, അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് മഹാലക്ഷ്മി പറയണം കേട്ടോ. ഇല്ല മോളെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം. അതേസമയം ഇല്ല, അമ്മ എല്ലാ കാര്യങ്ങളും ഇന്ന് നടക്കുന്നതും നാളെ നടക്കുന്നതും എല്ലാം അറിയും എന്നിങ്ങനെ പറയണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇതാരാ ചോദിക്കും. ഇതെൻ്റെ കണ്ണേട്ടൻ്റെ ഉറ്റ ചങ്ങാതിയുടെ ഭാര്യയാണ് എന്ന് പറയും. നല്ല കുട്ടിയാണല്ലോ, നല്ല മോളാണല്ലോ എന്നിങ്ങനെ പറയും. നിങ്ങൾ ഒരിക്കലും കൂട്ടുപിരിയരുത്, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഇരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയുകയാണ്, വേഗം എനിക്ക് എന്തായാലും അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നിങ്ങനെ പറയുക. അയ്യോ, അത് വേണം മോളെ എന്നിങ്ങനെ ചോദിക്കാനായിട്ട്. വേണം, എനിക്ക് എന്തായാലും നിർബന്ധമായിട്ടും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി അമ്മയുടെ അടുത്ത് പോയി തോളിൽ കൈവയ്ക്കണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മിക്കൊരു പ്രത്യേക തരം ഒരു അനുഭവം ഇങ്ങനെ വരികയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അമ്മയെ തൊടുമ്പോൾ തന്നെ എന്തോ ഒരു അനുഭൂതി പോലെ ആവുണ്ടല്ലോ, ഒരു ശക്തി ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം 2-3 ഫോട്ടോ ലേഖ എടുക്കണ്. ലേഖ എന്നിട്ട് ചോദിക്കും, മഹിക്ക് കുഞ്ഞുണ്ടാകുമെന്ന് അമ്മ പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതെ, മഹിക്ക് കുഞ്ഞുണ്ടാകും. അത് ആരുടെ കുഞ്ഞാണ് എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ മഹിക്ക് കുഞ്ഞുണ്ടാകും, അത് ഉറപ്പാണ് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ലേഖയും മഹിയും കൂടിയിട്ട് വരികയാണ്. അനന്തം അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും കേട്ടോ. നിങ്ങളെന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെല്ലാ പരിപാടിയും കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞോ ദേവിയോട് ചോദിക്കുക. അതേ പറഞ്ഞു. അനന്തേട്ടനും കൂടി വരായിരുന്നില്ലേ എന്ന് ചോദിക്കുക. എനിക്ക് അത്ര ഇല്ല, കണ്ണനുണ്ടെങ്കിലല്ലേ ഞാൻ വരികയുള്ളൂ, കണ്ണേട്ടനൊന്നും കൂടുതൽ വിശ്വാസമില്ല എന്നിങ്ങനെ പറയണം. ശരി വായോ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണേ. അനന്തേട്ടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക, തൽക്കാലം കുറേയൊക്കെ ഉണ്ടാക്കും എന്നിങ്ങനെ പറയാം. അതേസമയം ലേഖ പറയണ്ടേ, നല്ല ഭക്ഷണം ഉണ്ടാക്കും എൻ്റെ ഭർത്താവ് എന്നിങ്ങനെ പറയണം. അതേസമയം അനന്ത് പറയണ്ട, അവളിങ്ങനെ പൊങ്ങച്ചം പറയണേ, എങ്കിലല്ലേ ഇവൾക്ക് പിന്നെയും ഉണ്ടാക്കുകയുള്ളൂ എന്നിങ്ങനെ പറയണം. അതേസമയം അവർ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ മഹി പറയണ്ടേ, എന്തോ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടല്ലോ, എന്താണത്, എന്താണെങ്കിലും പറയുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ലേഖ പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ, മഹി, ഒരു കുഞ്ഞുങ്ങളെ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞുണ്ടാവില്ല, ഞാൻ ഒരുപാട് തവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ്, ഇനി എന്തായാലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ല. പക്ഷേ ഓരോ പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യ, അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. പക്ഷേ ഓരോ സ്ത്രീകളും നിറയെ കുഞ്ഞുങ്ങളെ നോക്കണവരുമുണ്ട്. ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കാൻ നല്ല ആഗ്രഹമാണ്. അതുകൊണ്ട് മഹിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെയും കുഞ്ഞല്ലേ, ഞങ്ങൾക്കതിനെ സ്നേഹിച്ചും ലാളിക്കും ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹിക്ക് അങ്ങനെ എന്തോ പെട്ടെന്ന് തന്നെ മഹിക്ക് കത്തുകയാണ് കേട്ടോ. എന്തോ ആണിത് എന്നിങ്ങനെ പറയാണ്. ഇപ്പോൾ കല്യാണം കഴിയാത്തവർ തന്നെ പല മാർഗത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മഹി. ഇന്ന് കാലത്ത് അതിനൊക്കെ ഒരുപാട് സാധ്യതകളുമുണ്ട് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഹി പറയണം, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അത് നിങ്ങൾക്ക് ലാളിക്കും, എന്തും ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിന് ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണ്, എനിക്കതിനെ പറ്റില്ല, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും എന്നിങ്ങനെ പറയണം. എനിക്കൊരു കുഞ്ഞ് വേണം, അത് ശരി തന്നെയാണ്. പക്ഷേ അത് എൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്ന് അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവരിങ്ങനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്, എനിക്കിത് തൽക്കാലം പറ്റില്ല എന്നിങ്ങനെ പറയണം. കണ്ണേട്ടൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. കണ്ണേട്ടനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ കണ്ണേട്ടൻ അത് നിന്നോട് പറയരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. നീ അതെങ്ങനെ ഉൾക്കൊള്ളുന്നറിയില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് മഹി പോവുകയാണ് കേട്ടോ. മഹി ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ണനിങ്ങനെ മഹിയെ കാത്തിരിക്കണം. മഹി ഇങ്ങനെ ദേഷ്യത്തോട് പോയിട്ട് പറയണം,
പറയാണ് കേട്ടോ. എന്താ കണ്ണേട്ടാ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് അവരുടെ അഭിപ്രായമാണ് അത് പറഞ്ഞത്, അതിൽ നീ എന്തിനു ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. കണ്ണേട്ടൻ ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, അതാണ് എനിക്ക് ദേഷ്യം. എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് കണ്ണേട്ട, പക്ഷേ അത് എൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ആലോചിക്കുക. അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് എനിക്കിഷ്ടം, അല്ലാതെ വേറൊരാളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ എനിക്ക് വേറൊരു മാർഗ്ഗത്തിലോ സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണേട്ട ഇത് ഇനി അവരോട് പറയണം എന്നിങ്ങനെ പറയണം. അവരോട് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറയേണ്ട തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അവരെൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് മഹി, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ മഹി പറയണം, ഞാനേ ഇന്നൊരു അമ്മയെ കണ്ടിരുന്നു, ഞാൻ ആ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കണ്ണേട്ടൻ കാണുന്നത് ആ അമ്മ തന്നെയാണോ നോക്കൂ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണെങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മഹിയും കണ്ണനും കൂടി നിൽക്കണ ഫോട്ടോ ആയിരിക്കും കാണുക. കണ്ടോ ഈ അമ്മയെ തന്നെയാണോ കണ്ണേട്ടൻ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ എവിടെ അമ്മ, ഇതിൽ താനും ഞാനും എല്ലാം ഫോട്ടോ എന്നിങ്ങനെ പറയാണ്. അതേസമയം മഹി ഇങ്ങനെ വാങ്ങി നോക്കുകയാണ് കേട്ടോ. മഹി ഇങ്ങനെ വാങ്ങി നോക്കുമ്പോൾ കണ്ണൻ്റെയും മഹിൻ്റെയും ഫോട്ടോ ആയിരിക്കും. മഹി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. 2-3 ഫോട്ടോ എടുത്തല്ലോ, അതൊന്നും കാണാനില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു ചെയ്യണം കേട്ടോ. അതേസമയം കണ്ണൻ പറയണ്ട, അന്ന് ഞാനും ഇതുപോലെ തന്നെയല്ലേ ഫോട്ടോ എടുത്തിട്ട് വന്നപ്പോൾ അതിലുണ്ടായിരുന്നല്ലോ, ആ അമ്മയ്ക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ട് എന്നിങ്ങനെ പറയണം. അത് ശരിയാണ്, ഞാൻ 10-12 വയസ്സുള്ളപ്പോഴാണ് ആ അയ്യപ്പ വിഗ്രഹം എനിക്ക് തന്നത്. ആ അയ്യപ്പ വിഗ്രഹം തന്ന അതേ അമ്മയെ തന്നെയാണ് ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോഴും കണ്ടത്. ഞാൻ അന്ന് കാണുമ്പോൾ ആ ഒരു 10-70 വയസ്സായ ഒരു അമ്മയായിരുന്നു. അതേ 10-70 വയസ്സായ അമ്മ തന്നെയാണ് ഇപ്പോഴും ഞാൻ കണ്ടത്. അത് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹി പറയണം, അത് ശരിക്കും ദേവി തന്നെയാണ് തോന്നുന്നു കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അവരാകെ 2 പേരും ഞെട്ടി ഇങ്ങനെ സന്തോഷം ഒരു അത്ഭുതമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്.